ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം. അവതരണം ശ്യാമ. ഇന്നലത്തേതിന് സമാനമായി ഇന്നും പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലാണ് സഭാ നടപടികൾ ആരംഭിച്ചത്. മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദത്തിനും പ്രതിഷേധത്തിനുമൊടുവിൽ പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തുപോയി. സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന ആരോപണം ഉയർത്തിയായിരുന്നു ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ബാനറും പ്ലക്കാർഡുകളും ഉയർത്തിയപ്പോൾ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രം ഉയർത്തിക്കാട്ടി ഭരണപക്ഷം പ്രതിരോധം തീർത്തു. പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പ്രതിപക്ഷ നിരയിൽ നിന്നും ഉയർന്നു. സ്വർണം കട്ടവരാരപ്പ എന്ന പാരഡി ഗാനവും മുദ്രാവാക്യങ്ങളും ഇന്നും സഭാതലത്തിൽ മുഴങ്ങി. വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിച്ചുവരുന്ന കടുത്ത അവഗണന അവസാനിപ്പിച്ച് അർഹതപ്പെട്ട നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചട്ടം 118 പ്രകാരമുള്ള പ്രമേയം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ അവതരിപ്പിച്ചു. പ്രിവിലേജ്, എത്തിക്സ് എന്നിവ സംബന്ധിച്ച കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ മുരളി പെരുന്നല്ലി കമ്മിറ്റിയുടെ 4ാമത് റിപ്പോർട്ട് സഭയിൽ സമർപ്പിച്ചു. സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റി റിപ്പോർട്ട് എം മണിയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച കമ്മിറ്റി റിപ്പോർട്ട് ഇ ചന്ദ്രശേഖരനും സഭയുടെ മേശപ്പുറത്ത് വെച്ചു. പ്രതിപക്ഷാംഗങ്ങളുടെ അസാന്നിധ്യത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിനെ സംബന്ധിക്കുന്ന പൊതുചർച്ച സഭയിൽ ഇന്ന് അവസാനിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതിപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സഭയിൽ സമരം തുടരുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്നലെ സഭയിലുണ്ടായ പ്രതിഷേധത്തിനിടെ വാച്ച് ആൻഡ് വാർഡിനെ പ്രതിപക്ഷാംഗങ്ങൾ ബാനർ കെട്ടിയ കമ്പുകൊണ്ട് അടിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സഭയിൽ പ്രതിപക്ഷം കോപ്രായം കാട്ടിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ സഭയിൽ കോപ്രായം കാട്ടിയത് ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ ചോദ്യോത്തരവേളയിൽ മന്ത്രിമാർ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അധിക്ഷേപിച്ച് നടത്തിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. വാച്ച് ആൻഡ് വാർഡിനെ ബാനർ കെട്ടിയ കമ്പുകൊണ്ട് അടിച്ചുവെന്നും അടിച്ചയാളുടെ പേര് പറയിപ്പിക്കരുതെന്നും സ്പീക്കർ എ.എൻ. ഷംസീർ പ്രതിപക്ഷ നേതാവിനെ ഓർമ്മിപ്പിച്ചു. എന്നാൽ സ്പീക്കർ തടഞ്ഞിട്ടും വാച്ച് ആൻഡ് വാർഡ് അക്രമം തുടരുകയായിരുന്നുവെന്നുള്ള സതീശന്റെ പരാതിയെ വാച്ച് ആൻഡ് വാർഡിനെ പ്രതിപക്ഷം ബോധപൂർവം പ്രകോപിപ്പിക്കുകയായിരുന്നുവെന്ന മറുപടിയിലൂടെ സ്പീക്കർ തള്ളി. ചെയറിനെ അന്ധനാക്കുന്ന രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ സഭയിലുണ്ടായതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി എം.പി. രാജേഷ് ചൂണ്ടിക്കാട്ടി. ഗാന്ധാരിയെപ്പോലെ കണ്ണുകെട്ടി പ്രതിപക്ഷ നേതാവ് സ്വയം അന്ധനാകാനാണ് ശ്രമിക്കുന്നത്. സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറിയ അംഗം ഹൈജമ്പിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നുവെങ്കിൽ കായിക രംഗത്ത് നാടിന് നേട്ടമുണ്ടായേനെയെന്നും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇരട്ടത്താപ്പാണെന്നും രാജേഷ് പരിഹസിച്ചു. എന്നാൽ സ്പീക്കറുടെ ഡയസിൽ കയറി കമ്പ്യൂട്ടറും കസേരയും വലിച്ചെറിഞ്ഞ ചരിത്രമുള്ളവർ കൂടെ ഇരിക്കുമ്പോഴാണ് തങ്ങൾക്കെതിരെ ഇരട്ടത്താപ്പ് ആരോപിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. തുടർന്ന് സംസാരിച്ച നിയമമന്ത്രി പി. രാജീവ് സോണിയാഗാന്ധിയെ സന്ദർശിക്കാൻ സ്വർണ്ണക്കൊള്ളയിലെ പ്രതിക്ക് സന്ദർശനാനുമതി നൽകിയത് ആരാണെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് വ്യക്തമാക്കിയാൽ സോണിയയ്ക്ക് പത്തരമാറ്റ തിളക്കമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ എന്ന താൽപര്യത്തിന് പ്രതിപക്ഷ നേതാവ് അടിപ്പെട്ടുപോയെന്നും രാജീവ് കൂട്ടിച്ചേർത്തു. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിക്കൊപ്പം എങ്ങനെയാണ് പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും ചോദിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയും പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ തങ്ങളുടെ പക്കലുണ്ടെന്നും അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാൻ തങ്ങൾ തയ്യാറായിട്ടില്ലെന്നും സതീശൻ മറുപടി നൽകി. സതീശൻ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയയാളാണെന്ന് എം.പി. രാജേഷ് ആരോപിച്ചപ്പോൾ ഡൽഹിയിൽ വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത അനുരാഗ് ഠാക്കൂറുമുള്ള സൌഹൃദത്തിൽ അഭിമാനം കൊള്ളുന്നുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ടയാളാണ് രാജേഷ് എന്ന് വി.ഡി. സതീശൻ തിരിച്ചടിച്ചു. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അധിക്ഷേപിച്ച് സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് എല്ലാവരോടും പുച്ഛമാണെന്നായിരുന്നു മന്ത്രി വി. ശിവൻകുട്ടിയുടെ കുറ്റപ്പെടുത്തൽ. സഭയിൽ പ്രതിപക്ഷം നടത്തുന്നത് കനകോലുവിന്റെ പ്ലാനാണ്. വിരട്ടലൊന്നും വേണ്ടെന്നും മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നും വി. ശിവൻകുട്ടി പ്രതിപക്ഷത്തോട് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ബജറ്റുകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യാതെ പ്രതിപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ടു പോകുന്നത് ശരിയല്ലെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. ധവളപത്രം ഇറക്കണമെന്നാവശ്യപ്പെടുന്ന പ്രതിപക്ഷം ആദ്യം ചർച്ചയിൽ പങ്കെടുക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരളത്തിന് ആമയെ കൊടുത്തയച്ച കേന്ദ്ര ബജറ്റിനോടുള്ള നിലപാട് പറയാനുള്ള അവസരമാണ് പ്രതിപക്ഷം നഷ്ടപ്പെടുത്തുന്നതെന്ന് റവന്യൂ മന്ത്രി കെ. രാജൻ ചൂണ്ടിക്കാട്ടി. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി എടുത്ത ചിത്രവും ആംബുലൻസിന്റെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രിയുമായി എടുത്ത ചിത്രവും കൂട്ടിയോജിപ്പിക്കാനാവുന്നതല്ലെന്നും മന്ത്രി പറഞ്ഞു. ഫെഡറൽ തത്വങ്ങളെ കാറ്റിൽ പറത്തി സംസ്ഥാനത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ തിരുത്തണമെന്നായിരുന്നു ചട്ടം 118 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയത്തിലെ പ്രധാന ആവശ്യം. സംസ്ഥാനം ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ കേന്ദ്രം നിരന്തരം തള്ളിക്കളയുന്നത് ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. എയിംസ് അനുവദിക്കുന്നതിൽ കാണിക്കുന്ന മൌനം, വിഴിഞ്ഞം തുറമുഖത്തിനുള്ള VGF ഗ്രാന്റായി നൽകാത്ത നടപടി, റെയിൽവേ വികസനത്തിലെ അവഗണന തുടങ്ങിയവയെല്ലാം പ്രമേയത്തിൽ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു.
മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ചതിലൂടെ 3800 കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്തിനുണ്ടായത്. 2026-27 ബജറ്റിൽ പദ്ധതിക്കുള്ള വകയിരുത്തൽ 88,000 കോടിയിൽ നിന്ന് 30,000 കോടിയായി കുറച്ചത് വലിയ തിരിച്ചടിയാണ്. കൂടാതെ 2026-27 അവസാന പാദത്തിൽ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ 5,944 കോടി രൂപയുടെ കുറവ് വരുത്തിയതും ഗ്യാരണ്ടി സിങ്കിംഗ് ഫണ്ടിന്റെ പേരിൽ 3,323 കോടി രൂപ വെട്ടിക്കുറച്ചതും സാമ്പത്തിക ഉപരോധത്തിന് തുല്യമാണെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി. പ്രൈവറ്റ് ബസ്സുകളോട് മത്സരിക്കേണ്ടെന്ന KSRTCക്ക് നിർദ്ദേശം നൽകിയെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാക്കുകൾ മുഖ്യമന്ത്രി തിരുത്തുന്ന ദൃശ്യത്തിനും ഇന്ന് സഭാതലം സാക്ഷിയായി. താൻ മന്ത്രിയായി എത്തിയപ്പോൾ പ്രൈവറ്റ് ബസ്സുമായി മത്സരിക്കേണ്ട എന്ന നയം സ്വീകരിച്ചുവെന്ന ഗണേഷ് കുമാറിന്റെ വെളിപ്പെടുത്തലിലാണ് മുഖ്യമന്ത്രി ഇടപെട്ടത്. പ്രൈവറ്റ് ബസ് ഉടമകളും ഒരു ബിസിനസ്സാണ് നടത്തുന്നത്. അവർ ടാക്സ് അടയ്ക്കുന്നവരാണ്. അവർ അത് നടത്തട്ടെ എന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ വാദം. എന്നാൽ ഗണേഷ് കുമാർ സംസാരിച്ചതിന് പിന്നാലെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ മുഖ്യമന്ത്രി പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലത്ത് KSRTC ഓടാതിരിക്കുകയെന്നത് ഒരു നയമായി മന്ത്രി പറയുന്നത് പോലെയാണ് തോന്നുന്നതെന്ന് കുറ്റപ്പെടുത്തി. അങ്ങനെ വന്നാൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നും അത് ഒഴിവാക്കേണ്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ്സുമായി അനാവശ്യ മത്സരം ഇല്ലെന്നാണ് താൻ പറഞ്ഞതെന്നും എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കും എന്നല്ലെന്നും ഗണേഷ് കുമാർ തിരുത്തി. ഭരണപക്ഷാംഗം KP കുഞ്ഞമ്മദ് മാസ്റ്റർ അവതരിപ്പിച്ച ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയവും 11 സബ്മിഷനുകളും ഇന്ന് സഭ പരിഗണിച്ചു. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ ഭരണപക്ഷാംഗങ്ങളായ DK മുരളി, V ശശി, ജോബ് മൈക്കിൾ, മുരളി പെരുന്നല്ലി, ആന്റണി ജോൺ, തോമസ് K തോമസ്, ഡോക്ടർ സുജിത് വിജയൻപിള്ള, M രാജഗോപാലൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മന്ത്രിമാരുടെ മറുപടിക്ക് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.